എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നത് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു എന്ന ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. മാനുഷിക ചിന്തകൾക്ക് അപ്പുറത്ത്, നമ്മുടെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ മറന്നുപോകല്ല. പ്രിയ ദൈവത്തിലെ അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത് ആ ദൈവശക്തി നാം ഒന്ന് അറിയണം. ദൈവത്തോട് ചേർന്ന് വിജയകരമായി നാം ഒന്ന് ജീവിക്കണം. ഈ ലോകത്തുള്ള വിജയകരമായ ജീവിതം കൊണ്ട് അവസാനിക്കുന്നതല്ല ദൈവമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മ, നിത്യതയിലും അത് തുടരുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ദൈവത്തോട് നാം ചേർന്നിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിത്യതയിലേക്ക് ദൈവം നമ്മെ ഒരുക്കുകയാണ്. ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയാത്ത അവസ്ഥകളിൽ നിന്ന് ഒരു മാറ്റം ദൈവം നമുക്ക് നൽകുകയാണ്. അതുകൊണ്ട് ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ ദൈവം നിങ്ങളോട് വീണ്ടും പറയുന്നത് ധൈര്യമായിരിക്കണം, ശക്തിപ്പെടണം.